ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, ഡിന്നറായിട്ടും ഉപയോഗിക്കാം. ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കൂട്ടത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി കൂടെ കാണിച്ചു തരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ, എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോട്ടിയുടെ റെസിപ്പിയാണിത്. റോട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കുഴച്ചുണ്ടാക്കണ പോലെയല്ല, ഇത് ലിക്വിഡ് ഡോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ എളുപ്പത്തിൽ ഒരു മുട്ടക്കറി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ റോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയുടെ ആ ഒരു അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ടോട്ടൽ ഈ ബാറ്റർ ഉണ്ടാക്കാൻ 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. പക്ഷെ ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഉള്ളത്. ഇനി അതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ബാച്ചസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് ആദ്യമേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ട് ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ 1/2 കപ്പായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ മിക്സിയിൽ കറക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതല്ല നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടുന്നത്. നമ്മൾക്ക് കുറച്ചും കൂടെ ലിക്വിഡ് ആയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ആ മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി അതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിയ ശേഷം അതിലോട്ടേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എത്ര ആളുണ്ട് എന്നുള്ള അളവിനനുസരിച്ച് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ 4 ആൾക്കാർക്കുള്ള ഒരളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് സോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടും. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ, ഏകദേശം ഈ ഒരു കളർ ആകുന്നത് വരെ മാത്രം ചെയ്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട. ഇപ്പോൾ നമ്മളുടെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അളവ് കുറക്കാം. അപ്പോൾ ആ തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ തക്കാളി ഒന്ന് വാടണം. ഒരുപാട് അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അതായത് ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് ആ ഒരു ഒന്ന് വാടി കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഇത് തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആകെപ്പാടെ മഞ്ഞൾപ്പൊടിയും
മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല നമ്മളുടെ ഉള്ളിയും തക്കാളിയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നോളും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ തക്കാളിയും ഉള്ളിയൊക്കെ ആയിട്ട് നമ്മളുടെ മസാല നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾക്ക് ആ ഒരു കറി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറി വേണ്ട, ഇങ്ങനൊരു റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പരുവത്തിലെടുത്താൽ മതി, ഈ ഒരു പരുവത്തിൽ തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു കറി രൂപത്തിലാക്കുന്നത് കൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരു ജ്യൂസി പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒഴുകി പോകാത്ത രീതിയിലുള്ള കറിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് അതിലോട്ടേക്ക് ഒരു നുള്ള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിലോട്ടേക്ക് പുഴുങ്ങി വെച്ച മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മുട്ട പുഴുങ്ങിയത് ഒന്നും വരഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ തക്കാളിയുടെ ഒക്കെ ജ്യൂസ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് വരഞ്ഞിരിക്കുന്നത്. ഇനി മുട്ടയില്ലാതെയും ഈ കറി എടുക്കാം കേട്ടോ. ആ നേരത്തെ ഉള്ള ആ ഒരു സ്റ്റേജിൽ എടുക്കുകയാണെങ്കിൽ മുട്ടയില്ലാതെയും ഈ കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആ മുട്ടയിലേക്കൊക്കെ ആ തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് കയറി വരുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറിയുടെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള കറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. ഇനി മുട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ ആ നേരത്തെ പറഞ്ഞ ആ സ്റ്റേജിൽ അങ്ങോട്ട് എടുത്താൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റോട്ടികൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ബാറ്റർ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കയ്യിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കുക്കായി വരുന്നതായിട്ട് കാണാം. അത് നോക്കൂ, ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വരും, നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ അതുപോലെ ആയി കഴിയുമ്പോൾ, മുകൾ ഭാഗം പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഓയിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓയിൽ ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് ആ മുകൾ ഭാഗത്തും കൂടെ, ഇപ്പോൾ തിരിച്ചിട്ട ഭാഗത്തും കൂടെ ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ വരുന്നേ ഉള്ളൂ. ഓയിലില്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. ഇനി ഓയിലില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കൂ, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് പോലെയൊക്കെ വരും. ഒരുപാട് അങ്ങനെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ലിക്വിഡ് ഡോ പറാട്ടയായി. ഇതിപ്പോൾ അതുപോലെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നല്ല കളറ് കിട്ടിയാൽ മാത്രം മതി. ആ 2 ഭാഗവും കുക്കായി വരുന്നത് വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് അത് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ റൊട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയും നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ദോശയെന്നോ റോട്ടിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.
പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പിയിൽ എന്തെങ്കിലും പോരായ്മ കാണുന്നുണ്ടെങ്കിൽ അതും എൻ്റെ സജഷനിൽ ഇടുക. ഡിസ്ലൈക്ക് അടിക്കുന്നവർ കാര്യം പറഞ്ഞിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ അത് മാറ്റാനുള്ള ഒരു അവസരം കൂടെ എനിക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.